ഹലോ, ഗുഡ് മോർണിംഗ്. മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്സ് എന്നും എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നും നിങ്ങൾക്കറിയാം ഓൾറെഡി. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. പൊളിറ്റിക്സ് മീൻസ് ദ കറണ്ട് അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഇപ്പോൾ നിലനിൽക്കുന്ന എന്താണോ ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന പദത്തിനെ നമുക്ക് പൊളിറ്റിക്സ് എന്ന പദവുമായിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്. ഇൻ അതർ വേർഡ്സ്, അല്ലാതെ നമുക്ക് പറയുകയാണെങ്കിൽ പൊളിറ്റിക്സ് ആസ് എ സം ടോട്ടൽ ഓഫ് ദ പ്രോസസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് ദ സിറ്റിസൺസ്, സ്റ്റേറ്റ്, ഗവൺമെന്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അതർ അസോസിയേഷൻസ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് പൗരന്മാരുടെയും രാഷ്ട്രത്തിൻ്റെയും ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രക്രിയകളെ മൊത്തത്തിൽ വിലയിരുത്തുന്നതിന്, മൊത്തത്തിൽ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറയുന്നത് പൊളിറ്റിക്സിനെ പലപ്പോഴും മോഡേൺ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഹാവ് ഡിഫൈൻഡ് പൊളിറ്റിക്സ് ഇൻ ടേംസ് ഓഫ് പവർ. അധികാരത്തിനെ കേന്ദ്രീകരിച്ചാണ് പൊളിറ്റിക്സിനെ പലപ്പോഴും നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പവർ ഹാസ് ബിക്കം ദ സെൻട്രൽ പോയിന്റ് ഇൻ പൊളിറ്റിക്സ്. അങ്ങനെ നോക്കുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ഇൻ സൊസൈറ്റി ഫോർ പവർ എന്നുള്ളതാണ് പൊളിറ്റിക്സ്. മത്സരം, തർക്കങ്ങൾ, പരസ്പര സഹകരണം. എന്തിനു വേണ്ടിയിട്ടുള്ള? അധികാരത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരസ്പര സഹകരണവും തർക്കങ്ങളും മത്സരവുമാണ് പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ പ്രോസസ്സിനെ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോപ്പറേഷൻ, ഈ മൂന്ന് പ്രോസസ്സിനെയും കാര്യമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. Thus, politics is the actual process of competition, conflict and cooperation in society for power എന്ന് നമുക്ക് പറയാം. അപ്പോൾ പൊളിറ്റിക്സ് എന്നാൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? പൊളിറ്റിക്സ് ഈസ് ദ ആക്ച്വൽ പ്രോസസ് ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ഇൻ സൊസൈറ്റി ഫോർ പവർ. അധികാരത്തിന് വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന മത്സരത്തിനെയും തർക്കത്തിനെയും അല്ലെങ്കിൽ പരസ്പര സഹകരണത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദീസ് പ്രോസസ് ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ഇൻ സൊസൈറ്റി ഫോർ പവർ. വ്യവസ്ഥാപിതമായി മത്സരത്തിനെക്കുറിച്ചും അതുമായി ഉടലെടുക്കുന്ന കോൺഫ്ലിക്റ്റുകളെക്കുറിച്ചും തർക്കങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പരസ്പര സഹകരണത്തെക്കുറിച്ചും ചിട്ടയായി വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ദസ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സബ്ജക്റ്റ് മാറ്റർ ഓർ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഓർ ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വിഷയമാണ്, സബ്ജക്റ്റ് മാറ്റർ ആണ്, അല്ലെങ്കിൽ അതൊരു അക്കാഡമിക് മാറ്റർ ആണ് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതി. വെൻ വി സ്റ്റഡി പൊളിറ്റിക്സ് വെരി കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി, ദെൻ ഇറ്റ് ബിക്കംസ് എ സയൻസ്, ദാറ്റ് ഈസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. വെൻ വി സ്റ്റഡി പൊളിറ്റിക്സ് വെരി കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി, വളരെ ശ്രദ്ധാപൂർവം അടുക്കും ചിട്ടയോടും കൂടി രാഷ്ട്രീയം എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോസസ്സുകൾ, ഏതൊക്കെ പ്രോസസ്സുകളാണ്? കോമ്പറ്റീഷൻ, കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്. ഈ മൂന്ന് പ്രോസസ്സിനെയും വളരെ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ സയൻസ് ആയി മാറും. അപ്പോൾ ഇവിടെ വേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്? കെയർഫുള്ളി, വെരി കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. വളരെ ശ്രദ്ധാപൂർവം അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുമ്പോഴാണ് ഒരു കാര്യം വിഷയമായി മാറുക, അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രശാസ്ത്രമായി പൊളിറ്റിക്സ് മാറുന്നത്. By politics we means the actual process happening in political events and political institutions around us. എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നു,
രാഷ്ട്രീയമായും സാമൂഹികമായും നടക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം പൊളിറ്റിക്സിന്റെ പരിധിയിൽ വരും. ദാറ്റ് മീൻസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലെജിസ്ലേച്ചേഴ്സ്, എലക്ഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഇൻ അതർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. നമ്മുടെ നിയമസഭയിലും ഗവൺമെന്റിലും ഇലക്ഷനുകളിലും രാഷ്ട്രീയ പാർട്ടികളിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ഈസ് ആക്ച്വലി എ പ്രോസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി സിറ്റിസൺ, സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻസ്, whereas political science is a subject which studies the process of politics. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ is actually a process or activity which is concerned with the citizen, state or other associations. പൗരന്മാരും രാഷ്ട്രവും മറ്റ് സംഘടനകളെയും കുറിച്ചുള്ള അല്ലെങ്കിൽ സംഘടനകളുടെയും പ്രവർത്തനങ്ങളാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പദം അർത്ഥമാക്കുന്നതെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എ സബ്ജക്ട് വിച്ച് സ്റ്റഡീസ് ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. അപ്പൊ ഈ പ്രോസസ്സിനെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്, വിഷയമാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടൈറ്റിൽ ഓഫ് അവർ സബ്ജക്ട് എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് നോട്ട് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് അല്ല നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം എന്ന് പറയുന്നത്. പകരം നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്നാണ്. അപ്പോൾ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു വിഷയമാണ്, പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ, കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, എന്തിനു വേണ്ടിയിട്ടുള്ള? അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തെയും അധികാര തർക്കങ്ങളെയും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരസ്പര സഹകരണത്തെയും സൂചിപ്പിക്കുന്ന പ്രക്രിയ, അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയയെ സൂചിപ്പിക്കുന്ന പദമാണ് പൊളിറ്റിക്സ് എങ്കിൽ ഇതിനെ ശാസ്ത്രീയമായി പഠിക്കുന്ന വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ്, അർത്ഥം എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസ് ബിഗാൻ ഇൻ ഏൻഷ്യന്റ് ഗ്രീസ്. അതെല്ലാം നമുക്കറിയാം. പൊളിറ്റിക്കൽ സയൻസ് ഉത്ഭവിച്ച പദം അതൊരു ഗ്രീക്ക് പദമാണ്, പോളിസ് ആണ്, അതിൻ്റെ അർത്ഥം സിറ്റി സ്റ്റേറ്റ് ആണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഗ്രീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു രാഷ്ട്രങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പര്യാപ്തമായിരുന്ന കുഞ്ഞു കുഞ്ഞു രാഷ്ട്രങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമായിരുന്നു ഗ്രീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഏതൻസും സ്പാർട്ടയും ഒക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പൊ ഗ്രീക്കുകാർ ഈ പൊളിറ്റിക്സിനെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് പോളിസ് എന്നായിരുന്നു, അല്ലെങ്കിൽ സിറ്റി സ്റ്റേറ്റ് എന്നായിരുന്നു. ദ ഗ്രീക്സ് കാൾഡ് ദ സബ്ജക്ട് വിച്ച് സ്റ്റഡീസ് അബൌട്ട് ദ പോളിസ് ഓർ സിറ്റി സ്റ്റേറ്റ് പൊളിറ്റിക്സ്. അപ്പൊ ഗ്രീക്കുകാർ പൊളിറ്റിക്സ് എന്നാണ് വിളിച്ചിരുന്നത്. സിൻസ് ദെൻ ദ സബ്ജക്ട് വിച്ച് സ്റ്റഡീസ് അബൌട്ട് ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ് ബിഗാൻ ടു ബി നോൺ ആസ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ അന്നു മുതൽ തന്നെ രാഷ്ട്രത്തെയും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രശാഖയെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ ഗ്രീക്കിൽ നിന്നേ തുടങ്ങി. ഗാർണർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഗാർണർ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനാണ് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. GARNER, ഗാർണർ. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പറഞ്ഞത്, പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദി സ്റ്റേറ്റ്. ബിഗിൻസ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ തുടക്കവും ഒടുക്കവും രാഷ്ട്രത്തിലാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ തുടക്കവും ഒടുക്കവും രാഷ്ട്രത്തിലാണെന്നാണ്. പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ്. ഗാർണറുടെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ഓർ ദ സ്റ്റേറ്റ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പോൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തിനെ നന്നായി അടിസ്ഥാനപരമായി അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷ്മമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ സെൻട്രൽ തീം, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് രാഷ്ട്രമാണ് എന്നുള്ളതാണ്. പോൾ ജാനറ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു പണ്ഡിത, അവർ പറയുന്നത് എങ്ങനെയാണ്? പൊളിറ്റിക്കൽ സയൻസ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് സോഷ്യൽ സയൻസ് വിച്ച് ട്രീറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ്. ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ തത്വങ്ങളെയും രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തെയും
വിശദമായി പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് പോൾ ജാനറ്റ് എന്ന് പറഞ്ഞ ആളുടെ അഭിപ്രായം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കേരള സ്റ്റേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് അങ്ങനെയുള്ള സ്റ്റേറ്റ് അല്ല. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ അതൊരു ജോഗ്രഫിക്കലി ഒരു രാഷ്ട്രത്തിനെ സൂചിപ്പിക്കുന്നതിനാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പദം പൊളിറ്റിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ സംസ്ഥാനം എന്ന് പറഞ്ഞ പദമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇൻ പൊളിറ്റിക്കൽ സയൻസ് ദ ടേം സ്റ്റേറ്റ് ഹാസ് എ സയന്റിഫിക് മീനിങ്. we call a geographical area or a country as a state. Only it has 4 elements. അപ്പം 4 ഘടകങ്ങളുള്ള ഒരു ഭൂപ്രദേശത്തെ മാത്രമേ നമുക്ക് രാഷ്ട്രമെന്ന് വിളിക്കാൻ പറ്റൂ. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നുള്ളത് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കേണ്ടതാണ്. എന്നാലും ഒന്ന് സൂചിപ്പിച്ചിരിക്കാം. 1, ജനതയുണ്ടാവണം, പോപ്പുലേഷൻ. ഭൂപ്രദേശം ഉണ്ടായിരിക്കണം, ടെറിട്ടറി. ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, അവരെ ഭരിക്കുന്നതിന് ആവശ്യമായ ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. ആൻഡ് സോവറിറ്റി എന്ന് പറഞ്ഞൊരു പരമാധികാരം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. ഇതെല്ലാം നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രത്തിൽ തുടങ്ങി രാഷ്ട്രത്തിൽ തന്നെ അവസാനിക്കുന്നുവെന്ന് ഗാർണർ പറയുന്നു. പോൾ ജാനറ്റ് പറയുന്നു ഗവൺമെന്റിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും വിശദമായി പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നു. R.G. ഗെറ്റൽ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്, R.G. ഗെറ്റൽ, GETTAL. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനെ സയൻസ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് വിളിച്ചത്. സ്റ്റീഫൻ ലീകോക്ക് എന്ന് പറഞ്ഞ് അടുത്ത് വേറൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ഗവൺമെന്റ് എന്നാണ്. ഇനി ഹരോൾഡ് ഡി ലാസ്വെൽ എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്, ഹാരോൾഡ് ഡി ലാസ്വെൽ. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്സ് ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. ആർക്ക് എന്ത് കിട്ടി, ആർക്ക് കിട്ടി, എന്ത് കിട്ടി, എപ്പോൾ കിട്ടി, എങ്ങനെ കിട്ടി എന്നതിനെ ഡീൽ ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ആർക്ക്, എന്ത്, എപ്പോൾ, എങ്ങനെ കിട്ടി എന്നത് ഡീൽ ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്സ് എന്നാണ് ഹാരോൾഡ് ഡി ലാസ്വെൽ എന്ന് പറയുന്ന ആൾ പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പം മിനിമം ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും കിട്ടിക്കാണും. രാഷ്ട്രവും ഗവൺമെന്റും രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങളും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെയും വിശദമായി അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷ്മമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മീനിങ്ങിനെ നമുക്ക് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോൾ ജാനറ്റിനെ കുറിച്ചും ഗാർണറിനെ കുറിച്ചും R.G. ഗെറ്റലിനെ കുറിച്ചും സ്റ്റീഫൻ ലീകോക്കിനെ കുറിച്ചും ഹരോൾഡ് ഡി ലാസ്വെല്ലിന്റെയൊക്കെ ഉദ്ധരണികളെ ഇവിടെ പറയേണ്ടി വന്നത്. ഓക്കെ, ഇനി എന്താണ് സ്കോപ്പ്? പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പ് എന്നാൽ എന്ത്? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്കോപ്പ് മീൻസ് ദ വാസ്റ്റ്നെസ് ഓഫ് എ സബ്ജക്ട്, അല്ലെങ്കിൽ ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റേഷൻ ഓഫ് എ സബ്ജക്ട്. ഒരു സബ്ജക്റ്റിന്റെ വലുപ്പം, വിശാലത, വാസ്റ്റ്നെസ്, അതുപോലെ തന്നെ അതിന്റെ പരിമിതി. ഒരു സബ്ജക്റ്റിന്റെ വിശാലതയെയും പരിമിതിയെയും സൂചിപ്പിക്കുന്ന പദമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഇതിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ടു അണ്ടർസ്റ്റാൻഡ് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് സ്റ്റഡി ദ വേരിയസ് ടോപ്പിക്സ് കമ്മിങ് വിത്തിൻ ഇറ്റ്. എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിനകത്ത് പഠിക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അല്ലെങ്കിൽ സംഗതികൾ എന്നാണ് സ്കോപ്പ് എന്ന് പറഞ്ഞ പദം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. പൊളിറ്റിക്കൽ സയൻസ് എൻജോയ്സ് എ വൈഡ് സ്കോപ്പ്. വിശാലമാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സംഗതികൾ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നു, ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നു, പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ച് പഠിക്കുന്നു, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കുന്നു, അങ്ങനെ 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 ഒത്തിരി കാര്യങ്ങൾ. ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു, എൻവയോൺമെന്റൽ മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നു. അത്തരത്തിൽ പൊളിറ്റിക്കൽ സയൻസ് കവർ ചെയ്യുന്ന എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് അതിന്റെ സ്കോപ്പിനെ നമ്മൾ നിശ്ചയിക്കുന്നത്. ഇൻ പൊളിറ്റിക്കൽ സയൻസ് വൈൽ സ്റ്റഡിയിങ് അബൌട്ട് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക? യു വിൽ സ്റ്റഡി ദ ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. എങ്ങനെയാണ് രാഷ്ട്രം ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു പഠിക്കുന്നത്. അതതിന്റെ സ്കോപ്പാണ്. എങ്ങനെയാണ് രാഷ്ട്രം ഉത്ഭവിച്ചത്, അതായത് ദ പാസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ്. എന്താണ് രാഷ്ട്രത്തിന്റെ ചരിത്രം, പാസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്. വേരിയസ് തിയറീസ് റിഗാർഡിംഗ് ദി സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ
ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവിധ സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ദി ഇൻഡിവിജ്വൽ, രാഷ്ട്രം എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിനകത്ത് നിലനിൽക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ഏതെല്ലാം, നിയമസഭ, കാര്യനിർവഹണ വിഭാഗം, കോടതികൾ, പഞ്ചായത്ത്, ഉദ്യോഗസ്ഥന്മാരുടെ വിവിധ ഓഫീസുകൾ, മനുഷ്യാവകാശം, വിവരാവകാശം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതാണ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിനുള്ള അധികാരവും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ചുമതലയും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠന വിഷയമാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, അവകാശങ്ങളും വ്യക്തികളുടെ കടമകളും. പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രം ഇന്ന് എങ്ങനെയാണ് കടന്നു പോകുന്നത്. റിലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് അതർ സ്റ്റേറ്റ്, ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എങ്ങനെ ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ത്യ എങ്ങനെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയുടെ ബന്ധം US-ഉമായി എങ്ങനെയാണ്, റഷ്യയുമായി എങ്ങനെയാണ്, മറ്റ് രാജ്യങ്ങളുമായി എങ്ങനെയാണ്, UNO-യുമായി എങ്ങനെയാണ് എന്നെല്ലാം ഉള്ളത് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് പൊളിറ്റിക്സ്. അതുപോലെ തന്നെ ആൻഡ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ സ്റ്റേറ്റ് ആൻഡ് സോ ഓൺ, രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന പല പല ഗ്രൂപ്പുകളുണ്ടല്ലോ, പല കൂട്ടങ്ങളും, പലതരത്തിലുള്ള കൂട്ടം, ജാതീയ കൂട്ടങ്ങളാവാം, രാഷ്ട്രീയ കൂട്ടങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പല ഗ്രൂപ്പുകളെയും കുറിച്ചും നമ്മൾ പഠിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് പാസ്റ്റിനെയും പ്രസന്റിനെയും കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, രാഷ്ട്രത്തിന്റെ പാസ്റ്റിനെയും പ്രസന്റിനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന്. അല്ല. പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് നോട്ട് ഓൺലി ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഓഫ് ദ സ്റ്റേറ്റ് ബട്ട് ആൾസോ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് എൻക്വയർസ് വാട്ട് ought to be a state. ought, OUGHT, ought to be a state. ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം, മഹത്തായ രാഷ്ട്രം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളതിനെ കുറിച്ചും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റോയെ എല്ലാം കുറിച്ച് പഠിക്കും. പ്ലേറ്റോ ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മഹത്തായ രാഷ്ട്രം, മാതൃകയായ രാഷ്ട്രം എങ്ങനെ ആയിരിക്കണമെന്ന് ഓരോ ചിന്തകന്മാരുടെയും ചിന്താപദ്ധതിയെ പൊളിറ്റിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഹത്തായ രാഷ്ട്രം എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സംഗതികൾ ഇത് മാത്രമാണോ, സ്റ്റേറ്റ് മാത്രമാണോ? അല്ല. പൊളിറ്റിക്കൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കും, പൊളിറ്റിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കും, സ്ട്രഗിൾസ് ഫോർ പവർ, പൊളിറ്റിക്കൽ ബിഹേവിയർ, രാഷ്ട്രീയ സ്വഭാവം എങ്ങനെയാണ്, രാഷ്ട്രീയ പ്രക്രിയകൾ എങ്ങനെയാണ്, രാഷ്ട്രത്തിൽ അധികാര മത്സരത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണ്, ഇതെല്ലാം പൊളിറ്റിക്കൽ സയൻസിന്റെ പഠന വിഷയങ്ങളാണ്. ഇതെല്ലാം അതിന്റെ സ്കോപ്പാണ്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ സ്ട്രഗിൾ ഫോർ പവർ എവരിവെയർ. എവിടെ നോക്കിയാലും അധികാരത്തിനുള്ള മത്സരമാണ്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് തന്നെ അധികാര മത്സരം നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അല്ലെങ്കിൽ അമ്മയും അച്ഛനും തമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ എല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇൻ ദി പവർ സ്ട്രഗിൾ യു ക്യാൻ സീ കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. അപ്പോൾ അധികാര മത്സരത്തിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്? കോമ്പറ്റീഷൻ, മത്സരം കാണുന്നുണ്ട്, അതുപോലെ തന്നെ തർക്കങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ പരസ്പര സഹകരണവും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? there are power struggle in the family, in the trade unions, in your classroom, in your society, etc. ഇവിടെ എല്ലാം നമുക്ക് കാണാം. കുടുംബത്തിലായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, രാജ്യത്തിനകത്തായിക്കോട്ടെ, എല്ലായിടത്തും അധികാര വടംവലി കാണാവുന്നതാണ്, പവർ സ്ട്രഗിൾ കാണാവുന്നതാണ്, അധികാര മത്സരം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു സേ ഈസ് ദാറ്റ് any act performed in a power perspective come under the study of political science. എങ്ങനെ നമുക്ക് പറയാം? പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പിൽ ഉൾപ്പെടുന്ന സംഗതിയാണ്. any act performed in a power perspective come under the study of political science. അധികാരം കേന്ദ്രമാക്കി വരുന്ന ഏത് കാര്യവും, അധികാരത്തിനെ സംബന്ധിച്ച എന്ത് കാര്യവും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠന വിഷയമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. All acts performed to gain power, to exercise power, to influence those in power, to retain the power, etc. all come under the study of political science.
അധികാരം നേടിയെടുക്കുന്നതിനും അധികാരം നടത്തിയെടുക്കുന്നതും, അധികാരം നടത്തുന്നതും, അധികാരം നേടിയെടുക്കുന്നതും അധികാരം നടത്തുന്നതും, അധികാരത്തിലിരിക്കുന്നവരെ സ്വാധീനിക്കുന്നതും, അതുപോലെ തന്നെ അധികാരം നിലനിർത്താൻ വേണ്ടി ഓരോ ആളുകൾ കാണിക്കുന്ന സംഗതികൾ, ഓരോ ഗവൺമെന്റ് പ്രയോഗിക്കുന്ന സംഗതികളും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠന വിഷയത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നും കൂടെ പറയാം. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ആൾസോ ദി സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. രൂപപ്പെടുത്തുക, ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ്, വിഭജനം, അധികാരം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചും അധികാരം വിഭജിക്കുന്നതിനെക്കുറിച്ചുമുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ്. അതിനെ ചിട്ടയായി പഠിക്കുന്ന, അധികാര രൂപീകരണത്തെയും അധികാര വിഭജനത്തെയും ചിട്ടയായി പഠിക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാം. ഇതിങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ലാസ്വെൽ ആൻഡ് കപ്ലാൻ എന്ന് പറഞ്ഞ് രണ്ടുപേര് ചേർന്നിട്ടാണ് പറയുന്നത്. ലാസ്വെൽ ആൻഡ് കപ്ലാൻ, ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ആൾസോ ദി സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഇനി എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ നാച്ചർ? എന്താണ് അതിന്റെ സ്വഭാവം? പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയുള്ള വിഷയമാണ്? ശാസ്ത്രമാണോ സാമൂഹിക വിഷയമാണോ? അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് രണ്ട് തരത്തിലുള്ള നാച്ചർ ഉണ്ട്. അത് സയന്റിഫിക് നാച്ചറിലുള്ള ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ അതിന് സാമൂഹികമായിട്ടുള്ള സ്വഭാവവും ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വഭാവത്തിനെ പൊതുവിൽ നമുക്ക് ഇങ്ങനെ പറയാം: പൊളിറ്റിക്കൽ സയൻസ് സയൻസുമാണ്, അതുപോലെ തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ നാച്ചറിലുള്ള ഇതുമാണ്. എന്താണ് അതിന്റെ സയന്റിഫിക് നാച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ്? അവർ സബ്ജക്ട് ഈസ് നോൺ ആസ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സ് എന്നല്ല പറഞ്ഞത്, പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രശാസ്ത്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സയന്റിഫിക് ഓർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ പൊളിറ്റിക്കൽ ഫിനോമിന. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സയന്റിഫിക് ഓർ സിസ്റ്റമാറ്റിക് സ്റ്റഡി, ശാസ്ത്രീയമായി അല്ലെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടി അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായി രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പഠിക്കുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിളിച്ചത്, രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് വിളിച്ചത്, ശാസ്ത്രം എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. ഇറ്റ് ഹാസ് എ സയന്റിഫിക് നാച്ചർ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിനുള്ള നാച്ചർ എന്ന് പറയുന്നത്, പൊളിറ്റിക്സിന്റെ നാച്ചർ, സ്വഭാവം എന്ന് പറയുന്നത് സയന്റിഫിക് ആണ്, ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എനി സബ്ജക്ട് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ സയൻസ് ഇഫ് ഇറ്റ് യൂസസ് സയന്റിഫിക് മെത്തേഡ് ഇൻ ഇറ്റ് സ്റ്റഡി. അപ്പൊ ഏത് സബ്ജക്റ്റും ശാസ്ത്രീയ രീതി ഉപയോഗിച്ചിട്ടാണ്, ശാസ്ത്രീയ രീതികളെ അവലംബിച്ചിട്ടാണ് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റിനെ എല്ലാം തന്നെ നമുക്ക് ശാസ്ത്രം എന്ന് വിളിക്കാവുന്നതാണ്. സോ വെൻ വി സേ പൊളിറ്റിക്കൽ സയൻസ്, വാട്ട് കംസ് ടു അവർ മൈൻഡ് ഫസ്റ്റ് ഈസ് ദാറ്റ് പൊളിറ്റിക്കൽ സയൻസ് ഫോളോസ് സയന്റിഫിക് മെത്തേഡ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പഠിക്കുന്നതിനെല്ലാം പൊളിറ്റിക്കൽ സയൻസ് ഉപയോഗിക്കുന്നത് ശാസ്ത്രീയ രീതികളാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ശാസ്ത്രം എന്ന് പറയണം. പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ശാസ്ത്രീയ സ്വഭാവമാണ് അതിനുള്ളത്. സയന്റിഫിക് മെത്തേഡ് ഈസ് എ പ്രാക്ടീസ് ഓഫ് അറൈവിംഗ് അറ്റ് സർട്ടൺ കൺക്ലൂഷൻസ് ആഫ്റ്റർ ഫോളോയിങ് സർട്ടൺ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ്. അപ്പൊ ചില പ്രത്യേക രീതികളിലൂടെ കടന്നു വന്ന് കാര്യങ്ങളെക്കുറിച്ച് തീർപ്പിലെത്തുന്ന രീതിയാണ് ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയൻസ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ പ്രാക്ടീസ് ഓഫ് അറൈവിംഗ് അറ്റ് സർട്ടൺ കൺക്ലൂഷൻസ്, തീർപ്പിലെത്തുന്നത്, കൺക്ലൂഷൻസിലെത്തുന്നത്, ആഫ്റ്റർ ഫോളോയിങ് സർട്ടൺ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ്. അപ്പൊ ചില പ്രത്യേക നടപടിക്രമങ്ങളിലൂടെ മാത്രം തീർപ്പിലെത്തി കാര്യങ്ങളെ വിശദീകരിക്കാനാണ് ഒരു സബ്ജക്റ്റ് ശ്രമിക്കുന്നതെങ്കിൽ അവർ സയന്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ രീതി ഉപയോഗിക്കുന്നു എന്ന് പറയാം. പൊളിറ്റിക്കൽ സയൻസ് അത്തരത്തിലാണ്. ചില മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളെയും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനെ നമുക്ക് സയൻസ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അപ്പൊ എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? സയന്റിഫിക് മെത്തേഡ്സ് ആർ കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് കമ്പാരിസൺ ഓഫ് ഡാറ്റ ആൻഡ് ഫോർമുലേഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ കൺക്ലൂഷൻസ്. അപ്പൊ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ശാസ്ത്രീയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ, വിവരം, നിങ്ങൾ വിവരവുമായി ബന്ധപ്പെട്ട് വിവരങ്ങളെ, സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടാണ്, സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സ്പ്രിംഗ്ലർ കമ്പനി വിവരങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ
കളക്ഷൻ ഓഫ് ഡാറ്റ, വിവരശേഖരണം, വിവരങ്ങളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ഓഫ് ഡാറ്റ, കിട്ടിയ വിവരങ്ങളെ പട്ടികപ്പെടുത്തി മനോഹരമായി അവതരിപ്പിക്കൽ, അനാലിസിസ്, അതിൻ്റെ വിശകലനം, കമ്പാരിസൺ, താരതമ്യപ്പെടുത്തൽ, ആൻഡ് ഫോർമുലേഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ കൺക്ലൂഷൻ. ഈ വിവരങ്ങളെയെല്ലാം, കിട്ടിയ വിവരങ്ങളെ ക്ലാസിഫൈ ചെയ്ത്, ടാബുലേറ്റ് ചെയ്ത്, അനാലിസിസ് നടത്തി, കമ്പാരിസൺ നടത്തി, ജനറൽ പ്രിൻസിപ്പിൾസിലേക്കും കൺക്ലൂഷൻസിലേക്കും ഉപസംഹാരത്തിലേക്കും നമ്മൾ എത്തുകയാണെങ്കിൽ ഈ മെത്തേഡുകളെയാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സിൻസ് സയന്റിഫിക് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, ഇറ്റ് ഹാസ് എ സയന്റിഫിക് നേച്ചർ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്സിന് ഒരു സയന്റിഫിക് നേച്ചറാണ് ഉള്ളത് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. ഇനി എന്താണ് അതിന്റെ സോഷ്യൽ നേച്ചർ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സാമൂഹ്യ നേച്ചർ എന്താണ്? മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞ ആരാണ്? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അരിസ്റ്റോട്ടലിനെ നമുക്ക് പറയാം. അരിസ്റ്റോട്ടലാണ് ഇങ്ങനെ പറഞ്ഞത്, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന സംഗതിയാണ്, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിനെയാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. എന്താണ്? മാൻ ഹാസ് സെവറൽ നാച്ചുറൽ ആൻഡ് ബയോളജിക്കൽ ഇൻസ്റ്റിങ്സ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് പ്രകൃതിപരമായ ജൈവികമായ ചില വാസനകളുണ്ട്. ഇൻസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ജന്മവാസന എന്നാണ് പറയുന്നത്, ജന്മവാസന. അപ്പൊ ജൈവികമായ, ബയോളജിക്കലായ അല്ലെങ്കിൽ പ്രകൃതിപരമായ ചില വാസനകൾ മനുഷ്യനിൽ അന്തർലീനമാണ്. അതുപോലെ തന്നെ ബിസൈഡ് ദീസ് മാൻ ഹാസ് സോഷ്യൽ ഇൻസ്റ്റിങ്സ്. മനുഷ്യന് സാമൂഹ്യ വാസനകളുമുണ്ട്. എന്താണ്? മനുഷ്യനെ സംബന്ധിച്ച് മാൻ ഹാസ് എ നാച്ചുറൽ ഡിസയർ ഫോർ കമ്പാനിയൻഷിപ്പ്. മനുഷ്യന് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്കിരിക്കാനല്ല അവനിഷ്ടം. മാൻ ഹാസ് എ നാച്ചുറൽ ഡിസയർ ഫോർ കമ്പാനിയൻഷിപ്പ്. എപ്പോഴും കൂട്ടുവേണം, കൂട്ടത്തിലിരിക്കാനാണ് മനുഷ്യന് താല്പര്യം. ഹി സീക്സ് ദ കമ്പനി ഓഫ് അതേഴ്സ്. ഹി ലൈക്സ് ടു ലീവ് ഇൻ ദ കമ്പനി ഓഫ് അതേഴ്സ് ആൻഡ് ഹി നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. അപ്പം മനുഷ്യന് ബാക്കിയുള്ള ആളുകളുമായി ചേർന്ന് ജീവിക്കാൻ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സഹായവും മനുഷ്യന് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതല്ലെങ്കിൽ അവന്റെ ഒരു നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂല. ബട്ട് ടു സാറ്റിസ്ഫൈസ് ഹിസ് ഡെയിലി നീഡ്സ് മനുഷ്യന് എന്ത് വേണം? ഹി ലൈക്സ് ടു ലീവ് ഇൻ ദ കമ്പനി ഓഫ് അതേഴ്സ് ആൻഡ് ഹി നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. അപ്പോ യു ഡോണ്ട് ലൈക്ക് ടു ലീവ് അലോൺ? ഇല്ല, നിങ്ങൾക്കൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. കല്യാണം കഴിക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിലോ സമൂഹത്തിലോ ഒക്കെയാണ് ജീവിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സോഷ്യൽ ഇൻസ്റ്റിങ്ക്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ സാമൂഹ്യ വാസന അത്തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതി നിങ്ങളെ അത്തരത്തിലാണ്, ദൈവം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ അത്തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ആഹാരം, നിങ്ങൾ കഴിക്കുന്ന ഒരു മണി അരി, അതുണ്ടാക്കിയെടുക്കുന്നതിന് എത്രയോ ആളുകൾ പണിപ്പെട്ടിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യവും ഒറ്റയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. പൈസ ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും എല്ലാ കാര്യവും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. സാമൂഹ്യ അകലം പാലിക്കണം എന്ന് പറയുന്ന കൊറോണ വൈറസിന്റെ കാര്യത്തിൽ പോലും സാമൂഹ്യ അകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സമൂഹത്തിന്റെ ഇടപെടലിലൂടെ മാത്രമേ അതിനെ പിടിച്ചു നിർത്താൻ കഴിയൂ എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ സാമൂഹ്യം, മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്, മനുഷ്യന് സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ട്. The social instinct is the main reason for the social life of man, origin of the state and the origin of political science. അപ്പൊ ഈ സാമൂഹ്യ വാസന ആണ് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിനും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഉത്ഭവത്തിനും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ശാസ്ത്രത്തിന്റെ ഉദയത്തിനും കാരണമായി മാറിയത്. അതുകൊണ്ട് നമുക്ക് പറയാം പൊളിറ്റിക്കൽ സയൻസ് ഹാസ് എ സോഷ്യൽ നേച്ചർ.
അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസിന്റെ നാച്ചർ ചോദിച്ചപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഒരു ശാസ്ത്രീയ രൂപമാണ് അതിനുള്ളത് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നു പൊളിറ്റിക്കൽ സയൻസിന് ഒരു സാമൂഹ്യ രൂപവും ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ 2 തരം നാച്ചറാണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത്. ഇനി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്, ഈസ് ഇറ്റ് എ യൂസ്ഫുൾ സബ്ജക്ട് ഫോർ അസ്? ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണോ? അതാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ യൂസ്ഫുൾനെസ് ഓഫ് ദ സബ്ജക്ട്? പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ there are several reasons which makes political science a significant one. ഒത്തിരി കാരണങ്ങൾ കൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തൊക്കെയാണ് കാരണങ്ങൾ? The very fact that political science studies about the state, അതുകൊണ്ട് തന്നെ makes it highly significant to us because we are all members of a state. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് രാഷ്ട്രത്തിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് രാഷ്ട്രത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും രാഷ്ട്രത്തിലെ മെമ്പേഴ്സാണ്. അത് തന്നെ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കാര്യമാണ്. സിൻസ് സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് ഓൾ അവർ ആക്ടിവിറ്റീസ്, എ നോളജ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഹൈലി യൂസ്ഫുൾ ഫോർ അസ്. സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് ഓൾ അവർ ആക്ടിവിറ്റീസ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും രാഷ്ട്രം സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട അറിവ് രാഷ്ട്രത്തിൽ ജീവിക്കുന്നതിന് നമ്മളെ നന്നായി സഹായിക്കുമെന്നതിൽ സംശയം വേണ്ട. ദിസ് നോളജ് വിൽ മേക്ക് പീപ്പിൾ ആൻ എൻലൈറ്റൻഡ് സിറ്റിസൺ ആൻഡ് ഇൻകൾക്കേറ്റ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഇൻ യു. അപ്പൊ ഈ വിവരം, ഈ വിജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും എൻലൈറ്റൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളായി മാറാൻ ജനങ്ങളെ സഹായിക്കുകയും ജനങ്ങളിൽ രാഷ്ട്രീയ അവബോധമുണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ സംശയം വേണ്ട. എന്താണ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ? അവയർനെസ് അബൌട്ട് ഓൺസ് ഓൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ദ നെസസിറ്റീസ് ഓഫ് ലോസ് ആൻഡ് ദ സ്റ്റേറ്റ്. ഓരോരുത്തർക്കും അവരവരെ കുറിച്ച്, അവരവരുടെ അവകാശങ്ങൾ എന്താണ്, അവരവരുടെ കടമകൾ എന്താണ്, നിയമത്തിനുള്ള പ്രാധാന്യം എന്താണ്, രാഷ്ട്രത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്നെല്ലാമുള്ള ബോധത്തിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലും അത്തരത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിന്. എന്തുകൊണ്ടാണ് അതിന്റെ കാര്യം അങ്ങനെ പറയുന്നത്? ബിക്കോസ് വി ആർ ഫോളോയിങ് a democratic form of government and the success of democracy depends upon the presence of enlightened citizens. അപ്പോൾ കാര്യങ്ങൾ അറിയാവുന്ന പൗരന്മാരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ വിജയവും പരാജയവും. ഒരു ജനാധിപത്യ രാജ്യം വിജയിക്കണമെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള, കാര്യങ്ങൾ അറിയാവുന്ന പൗരന്മാർ, ആളുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറയുന്നത് അത്തരത്തിൽ തന്നെ വിശ്വസിച്ചു പോകുന്ന മണ്ടന്മാരായ ആളുകളായി നമ്മൾ മാറിപ്പോകും. അങ്ങനെയുള്ള ആളുകൾ ഒരു രാഷ്ട്രത്തിന് ഭൂഷണമല്ല. കാര്യങ്ങളെല്ലാം അറിയാവുന്ന, തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ശേഷിയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന സംഗതി. എ പ്രോപ്പർ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് യൂസ്ഫുൾ ഫോർ അച്ചീവിങ് നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് വേൾഡ് സിറ്റിസൺഷിപ്പ്. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യപ്പെടലിനും ആഗോളതലത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ടെൽസ് us about the institutions and process of government. എന്തൊക്കെയാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെന്നും ഏതൊക്കെയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളെന്നുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നു. It deals with the conclusion and with the powers and functions of different governmental agencies. Their role, importance and working is analyzed. It tells us about the laws and about lawmaking. Rights and obligations of both the government and the citizens constitute important subjects of discussion. An understanding of these aspects
result into more effective participation of citizens into the affairs of the state. With knowledge about the actual working of government, about the groups that have an impact, their rights and privileges, the citizens can also make their participations more effective. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യക്ഷമമായി ജനാധിപത്യ രാജ്യത്തിലും ഗവൺമെന്റിലുമൊക്കെ ഇടപെടണമെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവ് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുന്നത് എന്താണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ അതിനു മുമ്പ് പൊളിറ്റിക്കൽ സയൻസ് അറിയണമെങ്കിൽ പൊളിറ്റിക്സ് എന്നാൽ എന്തെന്ന് അറിയണം. അത് ഞാൻ നേരത്തെ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ് പറഞ്ഞു, ചില പണ്ഡിതന്മാർ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിനെ നോക്കിക്കണ്ടതെന്ന് പറഞ്ഞു, പൊളിറ്റിക്കൽ സയൻസിന്റെ വിശാലത അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ്, സ്കോപ്പ് പറഞ്ഞു. കൂടാതെ പറഞ്ഞത് അതിന്റെ നേച്ചർ, എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ നേച്ചർ, അതൊരു സയന്റിഫിക് നേച്ചറിലുള്ള സബ്ജക്റ്റ് ആണെന്നും എന്നാൽ അതിന് സോഷ്യൽ നേച്ചർ ഉണ്ട് എന്നും പറഞ്ഞു. ഇനി പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്ത്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഒരു സെഷനിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും